Hi all, Helen here. Welcome to Leaves International YouTube channel. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GCC കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സിനെ കുറിച്ചിട്ട് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഗൾഫ് കൺട്രീസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിൽ ഒരു മേജർ പ്രോസസ്സാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ദുബായ്, സൗദി അറേബ്യ ഇതുപോലെയുള്ള കൺട്രീസിലേക്കൊക്കെ ഏതെങ്കിലും നല്ലൊരു കമ്പനിക്ക് അപ്ലിക്കേഷൻ വെക്കുമ്പോഴത്തേനും നമുക്ക് മേജറായിട്ട് അവർ ചോദിക്കുന്ന ഒരു പ്രോസസ്സാണ് മോഫ അറ്റസ്റ്റേഷൻ. സോ എന്താണ് മോഫ അറ്റസ്റ്റേഷൻ? മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, ഇന്റർനാഷണൽ അഫയേഴ്സ് ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് അതോറിറ്റിയാണ് മോഫ എന്ന് പറയുന്നത്. ഇത് മേജർലി റിക്വയർമെന്റ് ആയിട്ട് വരുന്നത് എമിഗ്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വർക്ക് വിസാസിന് മൂവ് ചെയ്യുന്നവർക്കാണ് ഈ മോഫ അറ്റസ്റ്റേഷൻ്റെ റിക്വയർമെന്റ് ആയിട്ട് വരുന്നത്. മെയിൻലി അവർ ചെയ്യുന്ന ഈ പ്രോസസ്സ് എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ നോൺ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ്, കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റ്സിലാണ്. ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ എന്താണ് കംപ്ലീറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഡോക്യുമെന്റ്സിന്റെ ജെന്യുവിനെസ് അല്ലെങ്കിൽ ഒതന്റിസിറ്റി വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മോഫ അറ്റസ്റ്റേഷനിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ പ്രോസസ്സ് മെയിൻലി റിക്വയർമെന്റ് ആയിട്ട് വരുന്നത് ദുബായ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ് ആൻഡ് ഓൾസോ ബഹ്റൈൻ. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 to 3 വീക്സ് ആണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഈ പ്രോസസ്സിന് നമുക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറിജിനൽ ഡോക്യുമെന്റ്സ്, ഓതറൈസേഷൻ ലെറ്റർ ആൻഡ് ഓൾസോ പാസ്പോർട്ട് കോപ്പി. ഈ പ്രോസസ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.